ഇന്ന് നമ്മളുടെ കുഞ്ഞൻ്റെ വീട്ടിലെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആണ്, അതും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടുത്തെ എന്ന് പറഞ്ഞെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റേക്ക് വന്നു, അത് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതാ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മയുടെ വെള്ളം തിളപ്പിക്കായിരുന്നു. പിന്നെ നമുക്കിന്ന് ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പത്തിനുള്ളത് ഇത് അമ്മ മറ്റിങ്ങനെ പിഴിഞ്ഞ് തന്നപ്പോൾ ഞാനെടുത്ത് പിന്നെ അടുപ്പത്തേക്ക് ആക്കി. പിന്നെ മുട്ടക്കറി വെക്കാനുള്ള ഒരുക്കൊക്കെ ആയിരുന്നു. ഉള്ളിലേക്ക് ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കുകയാണ്. പിന്നെ ഇവിടെ എടുക്കുന്ന വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ല ആയിരിക്കാം, കാരണം വെട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം, ഒരു ഇരുണ്ടിങ്ങനെ അടഞ്ഞിരിക്കുകയാണ് അടുക്കളയൊക്കെ കേട്ടോ. അധികം വെളിച്ചമൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാട്ടോ എടുക്കുന്നത്, അതായത് സെൽഫി ആ ഒരു മോഡിലിട്ടാണ് എടുക്കുന്നത്. ബാക്ക് ക്യാമറ വെച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്നൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം ബാക്ക് ക്യാമറ വെച്ചാൽ നമുക്ക് നോക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു, അത് ക്ലിയർ ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലത് കൈക്ക് വരെ ഇടത് കൈയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തു, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്നും ചതച്ചൊക്കെ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പം കുറേ നാളിന് ശേഷം ആയാലും എനിക്കങ്ങനെ ഇപ്പം ഇന്നലെ ഇവിടുന്ന് പോയ ഒരു ഫീല് തന്നെ ആണ്. എന്തെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഞാൻ കൂടുതൽ സമയം ഇവിടെ പിന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തേക്കുന്നത് ഈ അടുക്കളയിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഈ അടുക്കളയിലെ ഓരോ മുക്ക് മൂലയും എനിക്ക് കാണാതെ അറിയാം ഇന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഇരിക്കുന്നതിനൊക്കെ. അപ്പോൾ ഈ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ മിക്ക സമയം ഞാൻ ഈ അടുക്കളയും പിന്നെ ഞങ്ങൾ കിടക്കുന്ന ആ ഒരു റൂമും മാത്രമായിരുന്നു എൻ്റെ ഒരു ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോഴും എനിക്കങ്ങനെ വലിയതായിട്ട് അയ്യോ നമ്മൾ ഇത്രയും ദിവസത്തിന് ശേഷം വന്നതിൻ്റെ ഒരു ഫീലൊന്നും എനിക്കില്ല. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഉണ്ടായ ഉള്ള രീതിയൊന്നും അല്ല, കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. കുറേ പാത്രങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ കുറേ ഷെൽഫൊക്കെ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതാ ഞങ്ങൾ മുട്ടക്കറിയൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കാനൊക്കെ ഇറങ്ങിയതാട്ടോ. അപ്പം ഇവിടെ സോളാർ പാൻ ചെറിയ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാ ഈ കാണുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ നട്ടുപിടിപ്പിച്ച ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു വെച്ചാൽ ഇതൊന്നും അല്ലായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആരും അങ്ങനെ നോക്കാനും കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇത് ചീര കേട്ടോ, ഞാൻ നിങ്ങൾക്ക് അല്ലാതെ നല്ലപോലെ കാണിച്ചു തരാം. ഈ ഒരു ചീര ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇതിൽ നിൽക്കുന്ന മിക്ക ചെടികളും ഞാൻ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരുന്ന ചെടികളൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ പട്ടുപോയെങ്കിലും ചിലതൊക്കെ എത്ര നമുക്ക് വെള്ളമൊന്നും അധികം ഒഴിച്ചില്ലെങ്കിലും നിൽക്കുമല്ലോ, ആ രീതിയിൽ നിൽക്കുകയാണ്. ഓർക്കിഡൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ എപ്പോഴും പൂവൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ നിന്നാനെ. പിന്നെ ഇതും മറ്റേ ഒരു കിഴങ്ങുണ്ടല്ലോ, ആ കിഴങ്ങിൽ നിന്ന് പൊട്ടിക്കളിക്കുന്നതാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അത് വീണ്ടും പൊട്ടിക്കളിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ലക്കി ബാമ്പു, ഇത് ഞാൻ ഇവിടുന്ന് ഒരിടത്ത് നിന്ന് കൊണ്ടുവന്നായിരുന്നു. നല്ല ഇപ്പോൾ ഇത്രയും നല്ല ഹൈറ്റൊക്കെ ആയി. ഇതിന് പോകുമ്പോൾ ഇച്ചിരി കൊണ്ടുപോകണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ മറന്നു പോയിട്ടുണ്ടായിരുന്നു എടുക്കാൻ. പിന്നെ ഈ ഒരു ചട്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും, എന്നാലും വിശ്വസിച്ചേ പറ്റൂ, ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എൻ്റെ ബാക്കിൽ ഉടഞ്ഞെടുക്കുന്ന ചട്ടികളില്ലേ, അതായിരുന്നു അതിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. സിമെൻറ്റൊക്കെ വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഇവിടെ ആരും നോക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. എങ്ങനെ പൊട്ടിപ്പോയെന്ന് അറിയത്തില്ല. സിമെൻറ്റിൻ്റെയൊക്കെ അങ്ങനെ അധികം പൊട്ടാത്തയാണ്, പക്ഷേ എല്ലാം പൊട്ടിക്കിടക്കുന്നത് 1-2 എണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എത്ര നേരത്തെ പരിശ്രമമായിരുന്നെന്ന് അറിയാമോ ആ ഒരു ചട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് പൊട്ടിപ്പോയത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. പിന്നെ ഈ ഒരു ചെമ്പരത്തി, 2 ചെമ്പരത്തി ഉണ്ടായിരുന്നു, ഒരെണ്ണം ഒടിഞ്ഞു പോയി. ഞാൻ അങ്ങോട്ട് പൊക്കിയപ്പോഴേ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചെമ്പരത്തി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടായിരുന്നു, നല്ലതായിരുന്നു. ഇതെൻ്റെ ഡാഡി കൊണ്ടുവച്ചിരുന്ന ചെമ്പരത്തി ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു റെഡിഷ് മെറൂൺ കളർ, അതും ഇങ്ങനെ അടുക്കിൻ്റെയാണ്, എപ്പോഴും പൂ കാണും. പക്ഷേ അതിൻ്റെ ഒരു പൊടി പോലും ഇവിടെ ഒന്നും കാണുന്നില്ല. അതൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരുന്നു നേരത്തെ ചെടി വെച്ചിരുന്നത്. ഇവിടെ ഒരുപാട് ചെടികൾ ഇങ്ങനെ ഞാൻ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ബാലൻസ് കുറച്ചൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. തെറ്റി, പിന്നെ കറ്റാർ വാഴ, ഇതിൻ്റെ ഇടയ്ക്ക് ഈ തെങ്ങ് വെച്ചത് കാരണം ഇവിടുന്ന് ചെടികളൊക്കെ മാറ്റി അങ്ങോട്ടങ്ങ് മാറ്റിയതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ ചെടി നടുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കൊണ്ട് നടന്നതായിരിക്കും കേട്ടോ. പിന്നീട് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു സാധനം അവിടെ കാണത്തില്ല.
അച്ഛൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറിച്ച് അങ്ങ് കളയും കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം തോന്നുമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ പിന്നീട് ചെടികളൊക്കെ നടുന്നതൊക്കെ ഞാൻ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാളുടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ കാണിച്ച ഒരു സാധനം അച്ഛനവിടെ പണിഞ്ഞതങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അടുപ്പായിട്ട് ചെടിച്ചട്ടിക്കകത്ത് എന്തോ ചെയ്തതായിരുന്നു അടുപ്പിൻ്റെ ഇതായിട്ട്. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ അവിടുത്തെ അച്ഛന് വയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അന്നേരം കുഞ്ഞൻ ചെരുപ്പ് ഇടണോ എന്ത് വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ആൾക്ക് ഷൂ മാത്രമല്ലേ ഇടാൻ പറ്റത്തുള്ളായിരുന്നു, ഷൂ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അവിടെ കിടന്നൊരു പഴയ ഒരു ചെരുപ്പ് എടുത്തിട്ടിട്ട് പിന്നെ ഞങ്ങൾ ഇതാ അങ്ങോട്ട് പോയി. അവിടുത്തെ ഒന്നും വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അവിടെ പോയി കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കണമല്ലോ. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കുന്നതിൽ. ഇപ്പോഴിത്രയൊക്കെ എടുക്കാൻ പറ്റുന്നല്ലോ. ഞങ്ങൾ ആദ്യം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാതിരുന്നത്. അതുകൊണ്ട് ഇപ്പം പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ഞാൻ ഒരു പരിമിതി വിട്ട് ഞാൻ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല. അവിടെ പോയാലും നമുക്ക് അവർക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ആരുടെയും എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ ഇപ്പം പുറത്ത് വെച്ച് കണ്ടാലും അവരോട് നമ്മൾ ചോദിക്കും വീഡിയോസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അവരുടെ വീഡിയോസ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളോട് കാണുമ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് എൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഒരു മടിയും വേണ്ട, നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നതായിരിക്കും. അങ്ങനെ എന്താ ഞങ്ങൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചു. കറിയൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ, അപ്പുറത്തെ വീട്ടിലോട്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് ഈ ഒരു ഉറക്കക്ഷീണം ആയതുകൊണ്ട് നല്ല തലയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് 2-3 ബാങ്കിൽ പോകാനും കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ചീനി പൊളിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് കുഞ്ഞൻ പറഞ്ഞത് നീ പോയി ഒരുങ്ങ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അമ്മ തന്നെ പിന്നെ ചീനിയൊക്കെ പൊളിച്ച് അരിയാനൊക്കെ ഉള്ള ഒരുക്കമായിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഷേപ്പ് ചെയ്ത ഡ്രസ്സായിരുന്നു. ഞാൻ പിന്നെ ഇട്ട് നോക്കിയില്ല, എങ്ങനെയുണ്ട്, ലൂസാണോ ടൈറ്റ് ആണോ എന്നൊന്നും നോക്കിയില്ല. ഇവിടെ കൊണ്ടുവന്ന് കേട്ടോ ഇട്ട് നോക്കിയത്. അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ മെറ്റീരിയൽ കുറച്ച് ഒരു ചുരുങ്ങുന്ന ടൈപ്പായിട്ടോ, നമ്മളൊന്ന് ഇരുന്നൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മടക്കൊക്കെ ആ ഒരു മടക്ക് അങ്ങനെ കാണും കേട്ടോ. മെറ്റീരിയൽ കുറച്ച് കട്ടി കുറവാണ്. പിന്നെ വലിയ റേറ്റില്ല, ഒരു 299 രൂപയേ ഉള്ളൂ. അതായത് 300 രൂപ ആയിരുന്നു. നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എനിക്കൊന്ന് വാഷ് ചെയ്യുമ്പോൾ കളറൊന്നും അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല, വാഷ് ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കായംകുളം ടൗണിലോട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല മാറ്റങ്ങളായി കേട്ടോ. അതായത് കടകളൊക്കെ പുതിയതൊക്കെ വന്നു, വേറെ വലിയ വലിയ ഷോപ്പുകളൊക്കെ വന്നു, അങ്ങനെ അടിപൊളി മാറ്റങ്ങളൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മൾ ബാങ്കിലെത്തി. ഈ ഒരു ബാങ്കിലായിരുന്നു നമ്മൾ ആദ്യം കയറിയത് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ കയറി. പിന്നെ കുഞ്ഞിനെ അവിടെ സംസാരിക്കുകയോ എന്തൊക്കെയോ കൊടുക്കാനോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ സൈൻ ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എനിക്കതൊന്നും നമ്മളതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ, കുഞ്ഞിൻ്റെ കാര്യങ്ങളല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്യുന്നവരെ ഞാൻ അവിടെ പിന്നെ കട്ട പോസ്റ്റായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആളോട് കുറേ നേരം ഞാൻ പിന്നെ കത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ SBIയുടെ ബാങ്കിലോട്ടായിരുന്നു തോന്നുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം അങ്ങനെ അധികം ഇല്ല കേട്ടോ. അന്നേരം നമ്മൾ റോഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. പക്ഷെ റോഡിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല, എല്ലായിടത്തും വണ്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ കയറിയില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അങ്ങ് വിട്ടു. പിന്നെ ഈ ഒരു അമ്പലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് കുഞ്ഞൻ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം കേട്ടോ. ഞാനവിടെ നിന്ന് പൊട്ടി കരയുമായിരുന്നു ഈ മനുഷ്യൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ച് എന്നെ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്പലം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ആദ്യം. പിന്നെ ഈ ഒരു ട്രെയിൻ പാളം ഉണ്ടല്ലോ, നമ്മൾ മൂന്നാംകുറ്റിയിൽ നിന്ന് അങ്ങോട്ട് മൂന്നാംകുറ്റിയിലോട്ട് പോകുന്ന ഭാഗത്താണ് കായംകുളത്ത് നിന്ന്. ആ ഒരു പാളത്തിൻ്റെ അടിയിൽ കൂടെ ട്രെയിൻ പോകുന്ന സമയമാണെങ്കിൽ കുഞ്ഞൻ ബൈക്കിൽ പോകുന്ന സമയത്ത് അതിൽ പോകത്തില്ല കേട്ടോ. ഈ ആൾക്കാർ അപ്പി അങ്ങനെ ഇടുവാണെങ്കിൽ നമ്മുടെ ദേഹത്ത് വീഴുമെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് അത് പോയി കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു പാലം കടന്ന് അങ്ങോട്ട് പോകത്തുള്ളൂ. മിക്ക ആൾക്കാരും അങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തിനാ അങ്ങനെ നിൽക്കുന്നത്. പിന്നീടാണ് എൻ്റെ അടുത്ത് കുഞ്ഞൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറിയൊക്കെ അടുപ്പത്ത് നല്ല തിള പൊങ്ങി കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു സാധനം
പാലക്കെന്നങ്ങാണ്ട് ആ ചെടിക്ക് പറയുന്നത് കേട്ടോ. അപ്പം നല്ല ആയുർവേദ ഗുണം ഉള്ള ഒരു സാധനമാണ്. പാലക്ക തന്നെ അല്ലേ എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു ഓർമ്മയിൽ അതാണെന്നാണ് അമ്മ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയിൽ. അത് ഈ ഒരു യൂറിക് ആസിഡ് ഇല്ലേ, ആ ഒരു അസുഖത്തിന് നല്ലതാണെന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ അവിടെ അപ്പുറത്തെ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ കുറച്ച് ഒടിച്ചുകൊണ്ട് വെക്ക്, നിനക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കാമല്ലോ, നല്ലതാണ് ഹെൽത്തിന് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാൻ അതിൽ നിന്ന് 2-3 കമ്പൊക്കെ ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെയാണ് തോരൻ വെക്കുന്നത്. പിന്നെ അതിൻ്റെ തണ്ടും കണ്ടൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനം കാണുന്നത് കേട്ടോ. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, ഉച്ചക്കലത്തേക്ക് ചിക്കൻ കറിയും പിന്നെ മീൻ വറുത്തതും വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയൊക്കെ വെക്കാമെന്നായിരുന്നു. അപ്പോൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാൻ വേണ്ടി ഞാൻ പിന്നെ എല്ലാം കട്ട് ചെയ്തൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതൊന്നുമില്ല. പിന്നെ ഇതാ ഇത് കണ്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് ഇല്ലേ, നല്ല ലെങ്ത് ഉണ്ട് സാധനത്തിന്. ഞാനിങ്ങനെ ആദ്യം രാവിലെ എനിക്ക് എന്തോ ഒരു പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു. പിന്നെ ഇതാ ഇത് ഞാൻ ഉണ്ടാക്കിയതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അതായത് ഇതുകൊണ്ട് ഈ ലാമ്പും പിന്നെ ഇങ്ങനെയുള്ള നമ്മൾ പിടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കത്തിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി. കാരണം ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇതാ നമ്മൾ മെഴുക്കുരട്ടി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മീനും കൂടെ വറുത്തു. ചെങ്കലവയായിരുന്നു കേട്ടോ. അങ്ങനെ അത് അരപ്പൊക്കെ പുരട്ടി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ മെഴുക്കുരട്ടി ആക്കി. അപ്പോഴത്തേക്ക് 2 പാവയ്ക്ക് കിടന്ന് വാടി കിടക്കും, അതും കൂടെ മെഴുക്കുരട്ടാന്ന് അമ്മ പറഞ്ഞു. പിന്നെ അത് അപ്പുറത്തെ അടുപ്പത്തോട്ട് അതും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്താ എന്തോ എണ്ണ മാത്രം കൊണ്ട് ഒഴിച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിനകത്ത്. അങ്ങനെ കണ്ട് ആക്കിയാണ് എടുത്തത്. പക്ഷേ എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു ഇങ്ങനെ എടുക്കുന്നത് നല്ലതാണെന്നൊക്കെ. പക്ഷേ എനിക്ക് കവർപ്പ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് തോരൻ വെക്കുന്നതാണ് എനിക്ക് മെയിനായിട്ടും മെഴുക്കുവരട്ടിൽ ഇഷ്ടം. ഈ പാവയ്ക്ക അതിനകത്തില്ലെങ്കിൽ പാവയ്ക്കകത്ത് തേങ്ങ കൊത്തിട്ട് മെഴുക്കുവരട്ടും, അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കും. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറെ ഒന്നും മസാലയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. എനിക്കെന്തോ ഭയങ്കര കയർപ്പായിട്ട് തോന്നിയത്, ഞാൻ കഴിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ചീനിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കത്തില്ല കേട്ടോ. ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഡിമ്മായി, നല്ല ശ്വാസം മുട്ടൽ പോലെയായി. ഒരുപാട് ഫുഡ് എനിക്ക് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ പുതിയ ഫാൻ മേടിച്ചു. അതിൻ്റെയാണ് കുഞ്ഞനെ ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. റിമോട്ടിൻ്റെ ആട്ടോ, റിമോട്ട് വെച്ചിട്ടാണ് ഫാൻ വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടുന്നതനുസരിച്ചിട്ടാണ് അതിനകത്ത് ഇങ്ങനെ ഒരു ഇത് ലൈറ്റ് തെളിയുന്നത്, 1, 2, 3 എന്നൊക്കെ തെളിഞ്ഞ് വരുന്നത് അതിൻ്റെയാണ്. അപ്പോൾ 5 വരെ നമുക്ക് കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ സ്പീഡ് കൂടുമ്പോൾ ആ ലൈറ്റും ഇങ്ങനെ കത്തും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുഞ്ഞിന് ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്ത ഒരു ഫ്രെയിമാണ്, ഫോട്ടോ ഫ്രെയിം. ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്ത ഒരു സമയത്തുള്ള ഫോട്ടോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു. എനിക്ക് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ കാരണം കുഞ്ഞിന് ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ആയതുകൊണ്ട് എനിക്ക് ആ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. എന്തായാലും ചോദിച്ചു നോക്കണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ. പിന്നെ അമ്മയൊക്കെ ഫുഡൊക്കെ കഴിച്ച ഉടനെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പെങ്ങളുടെ വീട്ടിലോട്ട്. കുഞ്ഞൻ്റെ പെങ്ങൾ എറണാകുളത്താട്ടോ. ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെങ്ങളില്ലേ, പെങ്ങളുണ്ടോ, അല്ലെങ്കിൽ കൂടപ്പിറപ്പുണ്ടോ, കുഞ്ഞ ഒറ്റ മോനാണോ എന്ന്. കുഞ്ഞിനൊരു പെങ്ങളുണ്ട്. ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആരും കണ്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പിന്നീട് ചോദിക്കുന്നത്. ഒരു പെങ്ങളുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞാണ്. നമുക്കിവിടെ അടുത്ത് തന്നെയാണ് കെട്ടിച്ച് വിട്ടെങ്കിലും ഇപ്പോൾ എറണാകുളത്താണ് അവർ നിൽക്കുന്നത്, അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ആൾക്ക് വിശേഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അമ്മ പിന്നെ അങ്ങോട്ട് പോയാട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനകത്താണ് പോകുന്നത്. അപ്പം നമ്മുടെ കായംകുളത്ത് കൊണ്ടുവരുന്ന അച്ഛൻ കയറ്റി വിടും. അപ്പോൾ അതിനുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങി. ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് കുറച്ച് ജോലികൾ അധികമാണ്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങാൻ നിൽക്കുകയല്ലേ. അപ്പം ചോറും സാധനങ്ങളൊക്കെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ പിന്നീട് ഇനി അത് ചൂടാക്കി കഴിക്കത്തൊന്നുമില്ല. പിന്നെ രാത്രിയിൽ ഇതുകൊണ്ട് ചോറോ ചീനിയോ അങ്ങനെയൊന്നും കഴിക്കത്തുമില്ല കേട്ടോ. അതുകൊണ്ട് ഈ സാധനങ്ങൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് പോകുമ്പോൾ നീ കൊണ്ടുപോക്കോണേന്ന്. കുറച്ച് ചോറൊക്കെ ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾക്ക് പോകുമ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഇലക്കകത്ത് വാട്ടി ചോറും മറ്റേ ചീനിക്കപ്പയില്ലേ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ സെപ്പറേറ്റ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനും കൂടെ കുറച്ചെടുത്തിട്ട് ബാലൻസൊക്കെ ഫ്രിഡ്ജിലാക്കി. പിന്നെ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഓരോ സൈഡിൽ നിന്ന് ഞാൻ കഴുകി വരുമ്പോഴത്തേക്ക് ഓരോ സൈഡിനകത്ത് പിന്നെയും പാത്രം ഇരിക്കുമായിരുന്നു. അങ്ങനെ ഓരോ സൈഡും കഴുകി പിന്നെ ഉണങ്ങിയിരുന്ന പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ചു. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞങ്ങളുള്ളപ്പോൾ ഇല്ല കേട്ടോ, ഇപ്പോൾ പുതിയതായിട്ട് അങ്ങോട്ട് വെച്ചാന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു സാധനം അച്ഛൻ ഓൺലൈൻ അങ്ങോട്ട് മേടിച്ചാന്ന് തോന്നുന്നു. ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇങ്ങനെ ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇത്
എത്രത്തോളം യൂസ് ആവുമെന്ന് എനിക്കറിയില്ല. അത്രയൊക്കെ യൂസ് വരുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു കേട്ടോ. അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ പിന്നെ പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേയൊക്കെ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാരണം ഞാൻ പിന്നെ ഓരോന്നും എടുത്തുകൊണ്ടൊന്ന് അങ്ങനെ ഇങ്ങനെ കഴുകുമായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് അവിടെയും മേടിച്ചേട്ടോ. പുതിയത് ഇപ്പം മേടിച്ചാന്ന് തോന്നുന്നു. നല്ലൊരു യൂസ് ആയിട്ടുള്ളൊരു സാധനമായിട്ടോ. അത് വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തനിയെ ഒഴുകിപ്പോവും. പിന്നെ കരിപ്പാത്രം 2 ഉണ്ടായതുകൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടിട്ടാട്ടോ കഴുകിയത്. കാരണം ഇത് വെളിയിൽ വെള്ളം തിളപ്പിക്കുന്നത് ഇതിനകത്തായിരുന്നു. അവിടെ നല്ല രീതിയിൽ കരി പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതൊന്ന് തേച്ച് കഴുകി മറ്റേ ചാരം ഇട്ടൊന്ന് തേച്ച് കഴുകി എടുത്തു. ഇത് ഇനി കഴുകിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. എന്തെന്ന് വെച്ചാൽ പണ്ട് ഭയങ്കര വാശിയായിരുന്നു എനിക്ക്. പാത്രം ഇങ്ങനെ നല്ല വെളുവിളാന്ന് തിളങ്ങണം കേട്ടോ. ഈ കരിപ്പാത്രമൊക്കെ നമ്മളിങ്ങനെ തേച്ച് നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയൊക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ എടുക്കുമായിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കും, നോക്ക് കണ്ടും കൊണ്ട് പഠിക്ക് മോള് കഴുകി വെച്ചേക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. ഞാനത് കഴുകിക്കൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ ഗ്യാസിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പാത്രങ്ങളൊന്നും അങ്ങനെ നമ്മൾ ഇങ്ങനെ കരിയൊന്നും അധികം ആവുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു സൈഡ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നതിന് കുറച്ച് മുന്നായിട്ട് ഞാൻ അച്ഛന് രാത്രിയിലേക്കുള്ള ഫുഡും കൂടെ റെഡിയാക്കി വെച്ചിട്ടാട്ടോ ഇറങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പോൾ റാഗി പുട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അച്ഛൻ റാഗിയൊക്കെയാണ് രാത്രിയിൽ കഴിക്കുന്നത്. ഒന്നി ഗോതമ്പോ അല്ലെങ്കിൽ റാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ. അന്നേരം പുട്ടിനുള്ളത് പിന്നെ അമ്മ എടുത്ത് മാവ് എടുത്ത് പാകത്തിനുള്ളത് മാറ്റി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാനത് ഒന്ന് നനച്ച് എല്ലാം എടുത്തു. പിന്നെ നമ്മൾ ആ ഒരു പുട്ടുകുറ്റിയിൽ ആക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് രാത്രിയിലാകുമ്പോൾ അച്ഛനതെടുത്ത് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ മാത്രം മതിയല്ലോ. വേവിച്ച് വെച്ചിരുന്ന ചിലപ്പോൾ അത് തണുത്ത് പോവുകയും ചെയ്യും, ചീത്ത ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ആക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുഞ്ഞമ്മ കാപ്പി ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമായിരുന്നു. തുടച്ച് വൃത്തിയാക്കിയിടാൻ നല്ല രീതിയിൽ ഉറുമ്പ് കയറി. ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ചെറിയൊരു പൊടി ഇടുന്നാലും പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ കയറി വരത്തില്ലേ, തുടച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ പുട്ടിനുള്ളത് എടുത്ത് വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി കുറച്ചെടുത്ത് ഞാൻ ഒരു പാത്രത്തിനകത്ത് അച്ഛന് വേണ്ടിയിട്ടുള്ളത് വെച്ച് ബാക്കി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പിറ്റേ ദിവസമാണ് ഇനി ചൂടാക്കിയൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, എനിക്ക് നൂന്നിപ്പോൾ എൻ്റെ നടുവൊടിയുന്ന പോലെ തോന്നുമായിരുന്നു. കാരണം നടുവേദന നന്നായിട്ട് കൂടി ഒരു ദിവസം കൊണ്ട് നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നടുവേദന. എനിക്ക് എത്ര ദിവസമായിട്ട് എനിക്ക് നടുവേദനയുടെ കാര്യം എനിക്ക് ഓർമ്മയിലേ ഇല്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ നല്ല നടുവേദനയായി. ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അറിയാണ്ട് കൈ നടുവിന് വെച്ച് പോയി. അത്രയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പോയിരുന്ന് കട്ടനൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസ്ക്കറ്റും കപ്പലണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ച് ഞാൻ കട്ടനും കുടിച്ചിട്ട് പിന്നെ ഞാൻ ഒരുങ്ങാൻ പോയി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ശാലുമോളുടെ ബർത്ത്ഡേ ആണ്, ഓഗസ്റ്റ് 8-ാം തീയതി. അതായത് നമ്മുടെ അനിയത്തി ശാലുമോളുടെ ബർത്ത്ഡേ ആണ്. ഒരുപാട് പേരും അവളെ അനിയത്തിയായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന അവളുടെ കൂടെ വേണം. അപ്പോൾ നമ്മുടെ ശാലുമോൾക്ക് നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോള്. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനിയത്തിയേക്കാളും എനിക്ക് എൻ്റെ ഒരു മോളുടെ സ്ഥാനത്താണ് കേട്ടോ ഞാൻ അവളെ കാണുന്നത്. അതുകൊണ്ട് അതനുസരിച്ചിട്ടൊരു ഫീൽ ഉണ്ട് എനിക്ക്. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്, സോണി മോൾക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളും. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകിയ മോളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഹായ് പറയാനും കുറേ കൂട്ടുകാർ പറഞ്ഞായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ശരണേ എസ്, സയന്തിക, സൈൻവിക, സുൽഫിയ, അമല, ശ്രീദേവി, രമ്യ, അച്ചു, അനിന്യ, ആദിത്യ, അനശ്വര, ആതിര, ബിബിന എന്നിവരായിട്ടോ ഹായ് പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 6 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് കുറച്ച് മീൻ കണ്ടു. ലാഭത്തിന് കണ്ടപ്പം നമ്മൾ കുറച്ച് ചെങ്കലവ മേടിച്ചു കേട്ടോ. 1 കിലോയ്ക്ക് 100 രൂപ കണ്ടായിരുന്നു. പിന്നെ എല്ലായിടും നമ്മൾ കട്ട പോസ്റ്റ് ആയിരുന്നു, അതായത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്നേരമാണ് ഈ ഒരു വണ്ടി പോകുന്ന കണ്ടത്. തടിയും കൊണ്ട് ഒരു വണ്ടി പോകുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് അർജുൻ്റെ വണ്ടിയെ പോലെ തോന്നി കേട്ടോ. എനിക്ക് പെട്ടെന്ന് അർജുനെ ഓർമ്മ വന്നു. പെട്ടെന്ന് അത് മാഞ്ഞ് അങ്ങോട്ട് പോയപ്പം തന്നെ അവിടെ ഒരു കുരിശടി കണ്ടു മാതാവിൻ്റെ. അങ്ങനെ പിന്നെ ആ കുരിശടി നോക്കി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ച് കിട്ടണേ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് ഒരു വരവുണ്ടാവണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റും. ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു തിരിച്ച് വരണമെന്നും പറഞ്ഞിട്ട്. പക്ഷെ എന്താ ചെയ്യണം, അതിൻ്റെ ഒന്നും ആയിട്ടുമില്ല. അത് എന്നൊരു വേദനയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഒരാളെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ.
അതൊക്കെ പോട്ടെ. ഇനി നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 7:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് എത്ര സമയമൊന്നും ഓർമ്മയില്ല. അപ്പോൾ അന്ന് വന്നപ്പം തന്നെ കൈയോടെ എന്താ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഓരോന്ന് മേടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കൈയോടെ എടുത്ത് വെച്ചു. അവിടുന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ അവിടുത്തെ അമ്മയും എനിക്ക് മീൻ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പക്ഷേ ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു 100 രൂപയ്ക്ക് മേടിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതും സെപ്പറേറ്റ് ഒരു പാത്രത്തിലും പിന്നെ നമ്മൾ മേടിച്ചതും സെപ്പറേറ്റ് ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ച്. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി മീൻ എന്തായാലും ഉണ്ട്. നല്ല ഫ്രഷ് മീൻ തന്നെ ആട്ടോ, അടിപൊളി മീനായിരുന്നു. അങ്ങനെ പിന്നെ അതിന് 2 പാത്രത്തിലാക്കി വെച്ചപ്പോഴത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു അടച്ചു വെക്കുന്ന ഡെപ്പ ഉണ്ടല്ലോ, ഡെപ്പയിലൊക്കെ ആക്കിയാണ് പിന്നെ മീൻ വെച്ചത്. അതിനുശേഷം പിന്നീട് അതൊക്കെ കവറൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ആക്കി വെക്കുമായിരുന്നു. അതായത് നമ്മൾ അങ്ങനെ കൊണ്ടുവിട്ടുന്ന ഭയങ്കര സ്മെല്ലാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കൈയോടെ സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് കഴുകി വെക്കും കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല കേട്ടോ. കിടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സ് പോലും മാറാൻ നിൽക്കാതെ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു കവറുകളൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് വന്നപ്പോൾ കുറച്ച് കറിവേപ്പൊക്കെ ഞാൻ 1-2 തൈയൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചീരയുടെ തൈയും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് എന്തായാലും നടിയിൽ അങ്ങനെയില്ലേ, നടിയിൽ നടക്കത്തില്ല. നാളെയും ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നാളെ ഞാൻ എഴുന്നേറ്റാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ കൂടിയൊരു ദിവസം, ഒറ്റ ദിവസം കൊണ്ടാട്ടോ കൂടിയത്. എൻ്റെ ഈശ്വര, എനിക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ 2-3 ദിവസം നല്ല രീതിയിൽ കിടപ്പായി പോയി കേട്ടോ. അത്രയ്ക്ക് എനിക്ക് വയ്യായിരുന്നു. ഇപ്പോഴും വയ്യ കേട്ടോ. ഇത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായി. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പോയത്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീഡിയോസ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വെള്ളം പിടിച്ച് ബക്കറ്റിനകത്ത് ആക്കിയിട്ട് പിന്നെ ഈ ഒരു ചെടികളൊക്കെ അതിനകത്ത് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു പാൻക്രിയാസിൻ്റെ പ്രശ്നം ഇടയ്ക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദന ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വേദന നല്ല രീതിയിൽ എനിക്ക് പിന്നെ എനിക്കത് കൂടി. എനിക്കിപ്പം കുറേ നാളുകൊണ്ട് ഇല്ലാതിരുന്നേ. എനിക്ക് ആ വേദന ഇപ്പം നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇന്ന് കേട്ടോ. നടുവേദനയും എല്ലാ വേദനയും തലവേദനയും മൊത്തത്തിൽ എനിക്ക് വയ്യാണ്ടായി. ഒരു ദിവസം കൊണ്ട് അത്രയ്ക്കങ്ങ് വയ്യാണ്ടായി. അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു ബക്കറ്റിനകത്താക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാനും കൂടെ ഉള്ളതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമാധാനം. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തീർന്നു. പിന്നെ ഇനി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അത് പിന്നീട് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പോയി കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെയാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. അതായത് കുറേ നേരം പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കാൻ വയ്യായിരുന്നു. പിന്നെ കുഞ്ഞൻ എന്നെ കുത്തി പൊക്കിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കിടക്കാം, ഇനിയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയല്ലേ. പിന്നെയും ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. കൊണ്ടുവന്ന് കറിയൊക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ട് പിന്നെ ബാക്കി അങ്ങ് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വന്ന് പിന്നീടാട്ടോ ചെയ്തത്. അത് കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. വന്നിട്ട് ഉടനെ കിടക്കുമായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.